ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പം ഇന്നലെ നമുക്ക് നല്ലൊരു ഫൈറ്റ് കണ്ടു. ദാറ്റ് ഈസ് പാട്ട ഗേൾസ് ഓർ പട്ടായ ഗേൾസ് അടിച്ച് പിരിഞ്ഞൊരു സംഭവം നമ്മൾ കണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പം ഇന്നലത്തെ സംഭവം ഉച്ചയ്ക്ക് നടന്ന സംഭവമായിരുന്നു. ആ പയർ തോരൻ്റെ അതായത് ഈക്വലി കൊടുത്തുള്ള സംഭവം, അതാണ് സംഭവം. അതിൽ നിന്ന് തുടങ്ങിയത്. അല്ലെങ്കിൽ തന്നെ 2-3 ദിവസമായിട്ട് ആദില ആൻഡ് അനുമോൾ തമ്മിൽ എന്തൊക്കെയോ കശപിശയുണ്ട്. ആ കശപിശയിൽ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ആണ് ആ തോരൻ്റെ കേസിൽ ഇത്രയും പ്രശ്നമായത്. അതിനുശേഷം അനുമോളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, കിച്ചണിൽ എന്തെങ്കിലും പ്രശ്നമാകുമ്പോഴത്തേക്കും രാജി വെച്ചങ്ങ് ഓടിപ്പോവുക എന്നുള്ളത്. അപ്പോൾ തന്നെ അനുമോൾ അത് കാണിച്ചു. ക്യാപ്റ്റൻ പക്ഷെ അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം പാത്രമുണ്ട്, ഉച്ചയ്ക്കത്തെ പാത്രമുണ്ട് കഴിഞ്ഞു. അത് നെവിനെ എന്നിട്ട് കിച്ചൺ ടീമിലിട്ടു. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, കഴിഞ്ഞ വീക്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ നെവിനെ അവർ കിച്ചൺ ടീമിലിടുകയും കഴിഞ്ഞ വീക്കിൽ ഇവരുടെ കൂടെ നിന്ന് അനുമോളിനെ അവർ പുറത്താക്കുകയും ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു കേസസിൽ എനിക്ക് എന്താ അവിടെ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അനുമോൾ പോയി നെവിനെ കിച്ചൺ ടീമിലിട്ടു. നെവിനാണ് ആക്ച്വലി ആ പാത്രം കഴുകേണ്ടത്. അനുമോൾ പറയുന്നതിൽ കറക്റ്റ് ഉണ്ട്. കാരണം അനുമോളിൻ്റെ കിച്ചൺ ഡ്യൂട്ടി ഉച്ചക്കത്തെ കഴിഞ്ഞിട്ടാണ് അനുമോൾ ആ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എന്തിനാണ് ഉച്ചക്കത്തെ പാത്രം അനുമോൾ കഴുകുന്നത്? ബിക്കോസ് അനുമോൾ ഓൾറെഡി ഡ്യൂട്ടി കഴിഞ്ഞു. അനുമോൾ ഇനി രാത്രി കഴിയാൻ മതി. അത് അനുമോളുടെ ഭാഗത്തുള്ള ശരിയാണ്, അത് ഇവിടെ നിൽക്കട്ടെ. അപ്പം ആദില എന്ത് ചെയ്തു? വീണ്ടും ചൊറിയാൻ വേണ്ടിയിട്ട് പാത്രം കഴുകാൻ പറയുന്നു. ക്യാപ്റ്റനോട് പറയുന്നു. നൂറ അത് അനുമോളോട് പറയുന്നു. അനുമോൾ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല, ഞാൻ രാത്രി എനിക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഒരുപാടായി. അതിനുശേഷം അനുമോൾ പറയുന്നു കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. നീ ടോപ്പ് 5 വന്നതിൻ്റെ അഹങ്കാരമല്ലേന്ന്. ബേസിക്കലി എനിക്കത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് നൂറ ഓൾറെഡി നല്ല സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ടോപ്പ് 5ലേക്ക് വന്നത്. അല്ലാതെ ആരുടെയും എന്ന് വെച്ചാൽ ആരും അല്ല, അനുമോൾ കൊടുത്തതല്ല, ഒരു ഇമ്മ്യൂണിറ്റി പോലെ അനുമോൾ കൊടുത്ത സാധനം അല്ലത്. നൂറ അത് കൊടുത്തു. അതുപോലെ തന്നെ അഹങ്കാരം വന്നോയെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്. അഹങ്കാരം ഉണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അഹങ്കാരം ഉണ്ടായിരിക്കാം, ഷുവറല്ല. ഓക്കെ, അതിനുശേഷം പിന്നുള്ള ഫുള്ള് കരച്ചിലും ഡ്രാമ. എനിക്ക് 3 പേരുടെ ഭാഗത്തും, അതായത് ആദിലയുടെ ഭാഗത്തും അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട്, അതുപോലെ തന്നെ നൂറയുടെ ഭാഗത്തും തെറ്റുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ കൂടുതൽ തെറ്റുകൾ അനുമോളുടെയും ആദിലയുടെയും ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളുണ്ട്. അല്ല, കാരണം ഫുൾ ഡ്രാമയാണ്. അവിടെ പോയി കരയുന്നു, ഇവിടെ പോയി കരയുന്നു. പിന്നെ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് ഫുള്ളായിട്ട് അനീഷ് നിൽപ്പുണ്ട്. അനീഷ് ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്, അനുമോളുടെ കരച്ചിലും വീഴ്ചിലും ഒക്കെ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ആ ഫുഡിൻ്റെ കാര്യത്തിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ അനുമോൾ സേവ് ചെയ്ത് വെച്ചത്, അവർ തന്നെയല്ലേ പറയുന്നത് ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ. പിന്നെ നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളായിരുന്നു? അതാണ് എൻ്റെ ചോദ്യം. അത് നമ്മളുടെ തെറ്റാണ്. കാരണം അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് എന്തിനാണ്? പിന്നെ 9 മണിക്കോ 9:30 അങ്ങാണ്ട് മീറ്റിംഗ് വെച്ചപ്പോൾ ഓരോരുത്തരും എന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഷാനവാസ് പറയുന്നുണ്ട് ഇവൾക്കുള്ള സ്ഥിര ഏർപ്പാടാണിത്. ആർക്കും ഇച്ചിരി കൊടുത്തിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു വിളിയുണ്ട്, ഫുഡ് വേണോ എന്നുള്ള വിളിയുണ്ട്. അത് കറക്റ്റാണ്. അത് ആദ്യം മുതലേ നമ്മൾ കണ്ടുവരുന്നൊരു സാധനമാണ്. ആദ്യമേ അങ്ങ് കൊടുത്താൽ ആർക്കെങ്കിലും പരാതിയുണ്ടോ? അതങ്ങ് വീതിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അക്ബർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ലാലേട്ടൻ്റെ എപ്പിസോഡിൽ മറ്റേ ഫുഡിൻ്റെ കാര്യം വേസ്റ്റാക്കി കളഞ്ഞെന്ന് അനുമോൾ വലിയ പ്രഹസനം നടത്തിയതാണ്. ആ അനുമോൾ തന്നെയാണ് ഇപ്പോൾ അവിടെ അരി ഇങ്ങനെ വേസ്റ്റാക്കി കളഞ്ഞത്, അല്ല ചോറ് വേസ്റ്റാക്കി കളഞ്ഞെന്നുള്ളത് അക്ബർ ആ ഒരു സമയം കിട്ടിയപ്പം അക്ബർ അതെടുത്ത് കുത്തി. അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അനുമോൾക്ക് ഉള്ള മെയിൻ പരിപാടിയാണ് എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ മിണ്ടാതെ നടന്നിട്ട് പിന്നെ രാത്രി വന്ന് മിണ്ടുക. ഒരു ദിവസം അങ്ങനെ ആയിരുന്നു, മിണ്ടാതെ നടന്നിട്ട് രാത്രി വന്ന് വീണ്ടും മിണ്ടി. അതുപോലെ മിണ്ടണമെന്ന് താല്പര്യമില്ലാത്തവരും മിണ്ടാതിരിക്കുക. അതേപോലെ തന്നെ ഇപ്പോഴായാലും ഈ ലൈവ് ടുഡേ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെയുള്ള ലൈവിലായാലും അവർ മിണ്ടിയിട്ടില്ല. സോ മിണ്ടണമെന്ന് താല്പര്യമില്ലാത്തവരും മിണ്ടണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആദില പറയുന്നുണ്ട്. നീ നിൻ്റെ കറുത്ത മനസ്സിൽ നിന്നുള്ളത് മാറ്റിയെടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ആദിലയും നൂറേനെയും കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയത്. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. അതിനുശേഷമാണ് ഒരു അഹങ്കാരം കൂടിയെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അതിന് ശേഷമാണ് ശരി ഈ പ്രശ്നങ്ങളെല്ലാം നടന്നത്, എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അത് പ്രശ്നം നടന്നത് അതിന് ശേഷമാണ്. പക്ഷേ എന്താണ് കൺഫെഷൻ റൂമിൽ വെച്ച് മിണ്ടി നടത്തില്ല. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് അതിനെ കണ്ടപ്പോൾ എനിക്ക് ഹാപ്പി ആയി എന്നുള്ളൊരു ഡയലോഗ് വന്നിട്ടുണ്ടായിരുന്നു. അതിലെയോ നൂറോ എന്തോ പറയുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി. എന്താ സംഭവം നടന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം അവിടുന്ന് ലൈവ് കട്ട് ചെയ്തു. അപ്പം രാവിലത്തെ മോർണിംഗ് ടാസ്കിലാണെങ്കിൽ കൂടിയും എല്ലാവരും കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാവരും. കാരണം സ്ട്രെസ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല വൃത്തിയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും പറയുന്നത് നമുക്ക് ഹാപ്പി ആയിട്ട് ആഴ്ചയല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താ പറയുക
നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സായിട്ട് നല്ലൊരു മെമ്മറീസ് ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം, ഇനി അവർ മിണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം അനുമോളുടെ മുഖം ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നത്. എന്തുണ്ടെങ്കിൽ ലാസ്റ്റ് അനുമോൾ അങ്ങനെയാണല്ലോ. സോ കിച്ചൺ ടീം മാറി അനുമോൾ വെസലായിട്ടുണ്ട്. ഇനി അവിടെ എന്ത് സംഭവിക്കും നമുക്ക് അറിയത്തില്ല.